ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ തേനിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്നതാ ഈ ഒരു ഏരിയയിലായിട്ടാണ്. അതായത് പമ്പൊന്നുമല്ല, നമ്മൾ ഇന്നലെ കാറ് റെഡിയാക്കാൻ വന്നില്ല വർക്ക്ഷോപ്പിൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് രാത്രിയായി ഇവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ ഞങ്ങളൊന്ന് സൈഡായിക്കോട്ടെ എന്ന് ചോദിച്ചു. ഓ അതിനെന്താ നിങ്ങൾ സൈഡായിക്കോ, അപ്പുറത്ത് ബാത്റൂമുണ്ട്. എന്നിട്ട് ബാത്റൂമും ഞങ്ങളെ കൊണ്ടേ കാണിച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ബെഡ്റൂം ഇന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് അടിക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഈ ടീമാണ് ഞങ്ങളുടെ ഇന്നലത്തെ കാവൽക്കാരൻ. മുഖത്തൊക്കെ എന്താ ഇരിക്കണമെന്നുണ്ട്, അത് കരിയാണ്. ഓരോ ആൾക്കാരുടെ വണ്ടിയിൽ നിന്ന് വരുന്ന കരിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പേടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നു. വണ്ടീൻ്റെ ബെഡ്റൂം ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇതുണ്ടോ, ഈ തുണി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഞാൻ പിന്നെ രാവിലെ വിളിക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഞാനൊന്ന് ഫ്രഷായി. ഇനി ആൻസിനെയും കൂടി കുത്തി ഏൽപ്പിച്ചിട്ട് വേണം പല്ല് തേക്കാൻ. ആൻസി കേൾക്കുന്നുണ്ടോ? ടീം കൈ വയറിലും വായി വെച്ച് എന്നോ ഉറക്കാൻ നോക്കിയേ. ഇതുണ്ട് നമ്മുടെ അൽക്കുലത്തെ സാധനങ്ങളാണ് ഇവിടെ. ഫുള്ള് സാധനങ്ങളാണ്. ഉറങ്ങിയ നന്നായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലേ ആദ്യം വണ്ടിക്കകത്ത് കിടക്കുന്നത്. എത്ര കാലമായി. ഇന്ന് നമുക്ക് പോകുന്നതിന് മുമ്പ് വണ്ടീൻ്റെ ഓയിലും കൂളൻറ്റും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. കാരണം നല്ല മലയും ഇതൊക്കെ കയറി ഇറങ്ങിയതല്ലേ, വല്ല കുറവുണ്ടോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. പിന്നെ ഞാൻ ഇന്നലെ ഞങ്ങൾ കിടന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഇവിടെ തൊട്ടടുത്ത റോഡ് കേട്ടോ, റോഡ് തന്നെ. അതേപോലെ ഇതാണ് ഇവരുടെ വർക്ക്ഷോപ്പ്. സംഗതി പുതിയ വർക്ക്ഷോപ്പാണ്. ഞാൻ വിചാരിച്ച ഇന്നലെ ആ ചേട്ടൻ ഭയങ്കര പൈസ മേടിക്കുന്നുണ്ട്. പക്ഷേ 650 രൂപ മേടിച്ചുള്ളൂ. കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കൊയ്ത്തന്തറ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റിയാണ്. അപ്പോൾ ഇവർ തന്നെ സാധനങ്ങളെല്ലാം ചെയ്ത് പുതിയ തുറന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തുണ്ട് വലിയ വലിയ മെഷീനുകൾ അപ്പുറത്തും ഇരിപ്പുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. എന്താണ് എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇറങ്ങണേ എന്താ? അപ്പോൾ എന്തായാലും ഇനി ആൻസീനെയും കൊച്ചിനെയും കൂടി ഏൽപ്പിച്ചിട്ട് നമുക്ക് വല്ല പോകാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അങ്ങനെ ചേട്ടാ ഇതവിടെ ഓയിലൊക്കെ നോക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുറവുണ്ടാവോ? നോക്കാം. കുറവുണ്ടെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് വേണം പോകാൻ. ഉണ്ടോ? അല്ല, കുറവുണ്ടെങ്കിലേ നോക്കാം നമുക്ക്. എന്താ തുറന്നു കിട്ടുന്നില്ലേ? എന്താ കൂളൻ്റെ? അത് കൂളൻ്റ് കുഴപ്പമില്ല. കൂളൻ്റ് ഉണ്ട്. രണ്ട് കൂളൻ്റാ? ഇത് രണ്ടും കൂളൻ്റ്. ഇത് റേഡിയേറ്റർ, ഇത് അതിൻ്റെ ഇത് ഒഴിക്കുന്ന ടാങ്ക്. കൂളൻ്റ്. ഇനി നമുക്ക് ഓയിലാണ് നോക്കാം. ഓയിലെവിടെയായിരുന്നു? ഓയില് അതല്ലേ ഏത്? ഇനി മഞ്ഞല്ലേ? മഞ്ഞ. ഇത് ഓയിൽ നോക്കിയാൽ നമുക്കറിയാം. എന്താ ഏതാടാ? അത് നമുക്ക് മാറ്റാട്ടോ. എനിക്ക് കിടക്കാനൊക്കെ പാടാന്നേ. ഇപ്പൊ പറയാവേ. ഇത് നമ്മൾ ഒന്നെടുത്ത് തുടച്ചിട്ട് പിന്നെ എടുത്ത് നോക്കണം. അപ്പോഴേ നമ്മൾ ഓയിൽ, പിന്നെ പുതിയ ഓയിലായതുകൊണ്ട് അതേ ഓയിൽ ഇവിടം വരെ ഉണ്ട്. ഓയിലൊക്കെ കുറവൊന്നുമില്ല. വർത്തമാനം പറയാൻ പറ്റുന്നില്ല. നാവിന്റെ അറ്റത്തൊരു കുരു വന്നിട്ടേ. നമ്മുടെ പട്ടിക്കുരു. അതിന് ശരിക്കും എന്തായിരിക്കും അതിന് പേര് പറയാ? പട്ടിക്കുരു നമ്മൾ പറയും, അറിയില്ല. അപ്പൊ എന്താ ഇനി നമുക്ക് തിരിച്ച് അടയ്ക്കാം. അപ്പൊ അതെ, രണ്ടുപേരെ ഞാൻ കുത്തി എണീപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മെല്ലെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കാലടി. ഇതെല്ലാം അടുക്കി വെച്ചിട്ട് വേണം നമുക്ക് പല്ല് തേക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. പിന്നെ കൊച്ചു പല്ല് തേച്ചോ? ഇങ്ങോട്ട് തേക്കേ. എന്താ പരിപാടി? എന്തോ കല്ല് തട്ടിക്കളിയാണ് പുള്ളിക്കാരിയെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ. ഇവിടെ അമ്മയും മോളും ഒരിക്കലത്തെ മേക്കപ്പ്. ഇങ്ങ് നോക്കിയേ
ആ കൊച്ചിന് മേക്കപ്പ് ഒട്ടും കൂടിയിട്ടില്ല കേട്ടോ. ഇത് നാൻസിൻ്റെ പരിപാടി എന്താ, കണ്ണാടി ഇതാണ് പരിപാടി. എന്തായാലും ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ആകാശമൊക്കെ നോക്കിയേ നല്ല കളറായി കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് വിടാം. വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരോടൊന്നും പറയാമെന്ന് വിചാരിച്ചിട്ട് അവരെ കാണുന്നുമില്ല. സമയം 8 മണിയാവുകയും ചെയ്തു. അങ്ങനെ ചേട്ടേ നമ്മുടെ മൺസൂൺ എക്സ്പെഡിഷൻ ഏകദേശം തീർന്നത് നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിൽ, അത്യാവശ്യം നല്ല തുണിയൊക്കെ നല്ല പക്കായിട്ട് ഉണങ്ങി കിട്ടുന്ന സൈസ് വെയിലല്ലേ. നമ്മുടെ തുണികളൊക്കെ കുറേ കഴുകാനുണ്ട് കേട്ടോ, ഒന്നും കഴുകിയിട്ടില്ല. ഒക്കെ വണ്ടിയിൽ ഇങ്ങനെ അതേപോലെ അടുക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നേരം ചേട്ടന്മാരെ കാത്തിരുന്നു കേട്ടോ, ചേട്ടന്മാരെ കണ്ടില്ല. നല്ല ചേട്ടന്മാര് ഇന്നലെ 8 മണി 9 മണി വരെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നല്ലേ, അത് കഴിഞ്ഞപ്പോ പോയതാ. പിന്നെ വന്നിട്ടില്ല. പിന്നെ അവര് അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു, വെള്ളം ഉപയോഗിച്ചോളാൻ പറഞ്ഞു, ബാത്റൂം ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അവർക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നിട്ടാണ് അവർ പോയത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാവേ. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൽ പോയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻസി ഇഡ്ഡലി പറഞ്ഞു, ഞങ്ങൾ ഓരോ കാപ്പിയും പറഞ്ഞു. പിന്നെ ഞാൻ മസാല ദോശ കേട്ടോ പറഞ്ഞേ. ആ ഓരോ വേണം. അവൾക്ക് ഒരെണ്ണം വെച്ചാലോ? എന്താണ് രാവിലെ ഭയങ്കര ചൂടാണ് കൊച്ചിന് കേട്ടോ. അത് കണ്ടോ, മുഖമൊക്കെ ഇരിക്കണോ? എങ്ങനെയുണ്ട് ആൻസി ഇഡ്ഡലി? തമിഴ്നാട്ടിലെ ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ സാധനം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതേപോലെ ദോശ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം കഴിച്ചിട്ട് കാണാം കേട്ടോ. ഞാൻ ടേസ്റ്റ് പറഞ്ഞില്ല. ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഇത് നോക്കിയാൽ രണ്ടുപേരും ഇരിക്കണേ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. 170 രൂപ നമുക്ക് ഇവിടെ ഫുഡായിട്ടുള്ളൂ കേട്ടോ. 2 ഇഡ്ഡലി, 2 വട, 2 കാപ്പി, 1 മസാല ദോശ. ഇത്ര സാധനത്തിന് നമുക്ക് 170 രൂപ ആയിട്ടുള്ളൂ. നമുക്ക് പോവാം, നമുക്ക് നേരെ വിടാം. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നമ്മളെ സ്പോൺസർ ചെയ്ത ഒരാളുണ്ടായിരുന്നു, സെയ്ദ്ക്ക. അങ്ങനെ പറഞ്ഞെങ്കിലും അറിയുള്ളൂ. അപ്പം സെയ്ദ്ക്ക തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫുഡിന്റെ പകുതി പൈസ നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ സാഹചര്യം നമുക്കറിയാലോ. അപ്പൊ രാവിലെ പെട്ടെന്ന് നേരത്തെ വന്നിട്ട് വേഗം കഴിച്ചു. നമ്മൾ ഇത്രയും പേര് അവരവിടെ കാത്തു നിന്നു, അവര് വന്നുമില്ല, ഞങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെ കൂനാക്കൂന് ഇരുട്ടത് പറഞ്ഞ നല്ല നട്ടക്കട്ടക്കിട്ടം വെയില് കേട്ടോ. എന്തായാലും നമ്മുടെ അവിടെ പെരും മഴ. അതും ഒരു മലക്ക് ഇപ്പുറം എത്തിയപ്പോഴേക്കും നട്ട വെയില്. അയ്യോ, മഴയുള്ളതുകൊണ്ടാണ് മഴ പോയത്. അങ്ങനെയാ? അല്ല, പക്ഷെ എന്നാലൊരു വല്ലാത്തൊരു പ്രതിഭാസമല്ലേ അത്. ഒരു മലക്ക് അപ്പുറത്ത് മഴ, ഒരു മലക്ക് ഇപ്പുറം വെയില്. അപ്പൊ കുഞ്ഞാറ്റിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, ഇത് മുന്തിരിത്തോട്ടം കാണണം. എനിക്കുണ്ട്. അല്ല, അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് എണ്ണ അടിച്ചു നോക്കണ്ടേ? എണ്ണ അടിച്ചു നോക്കണം കേട്ടോ. 2 കട്ട എണ്ണ ഉണ്ട്, നമുക്ക് ബാക്കി കൂടെ അടിച്ചു നോക്കാം. എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ തമിഴ്നാട് ഒക്കെ കയറി കഴിഞ്ഞാലേ ഫുള്ള് തോട്ടങ്ങൾ കാണാം. ഇത് കണ്ടോ ഒരു സാധനം പോയത്? ഞാനൊന്ന് ഓവർടേക്ക് ചെയ്യാം, എന്നാലും പുള്ളി അങ്ങോട്ട് പോയി. ഈ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ കൃഷിത്തോട്ടമാണ് അല്ലേ? തമിഴ്നാട് മാത്രല്ല, കർണാടകയും ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തും അങ്ങനത്തെയൊക്കെ തന്നെയാണ്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ കൃഷികളായിരിക്കും മാത്രം. ഇവിടെ ഇപ്പൊ കൂടുതലും കാണുന്നത് എന്താണെന്നറിയോ? ചോളമാണ് കാണുന്നത്. ചോളം ഉണ്ട്. ചോളം കൃഷികളാണ് ഇപ്പൊ ഇവിടെ കൂടുതലും കാണുന്നത്. ഞാനിപ്പോ 4-5 സ്ഥലത്ത് കണ്ടു, ചോളം കൃഷിയാണ് കൂടുതലും കാണുന്നത്. അപ്പൊ നമുക്ക് മുന്തിരിത്തോട്ടം ഇറക്കി സൈഡ് കൊടുത്ത് എന്താ അറിയാ, ചേട്ടൻ ബേക്കി വന്ന് ലൈറ്റ് ഒക്കെ ഇട്ട് കാണിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചില്ല ആംബുലൻസ് വരും. നമുക്ക് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് എണ്ണ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 101 രൂപ 96 പൈസ, അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ 102 രൂപ. ലീക്കുന്നുണ്ടോ നോക്കട്ടെ. അയ്യോ, ലീക്കുന്നുണ്ടല്ലോ. പണിയാവുന്ന ലക്ഷണം ഉണ്ടല്ലോ ദൈവമേ. എപ്പോഴും ലീക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് എങ്ങാനും വെച്ചൊന്ന് അടിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെയും പണി കിട്ടിയിട്ടോ. പിന്നെയും പണി കിട്ടിയെന്നല്ല, പണി തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ. കാരണം നമ്മൾ എണ്ണ അടിച്ചു, ഫുൾ എണ്ണയും പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ ട്യൂബ് വരെ മാറ്റിയിട്ടോ, എന്താണെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ വർക്ക്ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എണ്ണ അടിച്ചിട്ട് നോക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം കേട്ടോ. ഇത് കണ്ടോ, വേറെ എവിടെയോ ഒരു ചെറിയ ലീക്കും കൂടി കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരാൾ ഭയങ്കര ഡാൻസ് കളിയാണ്. ഓ എൻ്റെ പൊന്ന് ഗായ്സ്, തന്നെ നിമിഷ കൊറിയോഗ്രാഫറാണ്. ചാന്ദ്യമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ.
എന്തായാലും നമുക്ക് നോക്കിയിട്ട് നമ്മുടെ വണ്ടീൻ്റെ ഏകദേശം പരിപാടികളെല്ലാം തീർത്തു കേട്ടോ. ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അറിയുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇവർ നോക്കി മൊത്തം നോക്കി കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. പ്രശ്നം ഉണ്ടായിരുന്നതുണ്ടോ ഈ ഇതാണ് കേട്ടോ ഓണറ്. ഇതൊരു ചേട്ടൻ, വേറൊരു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ആ ചേട്ടനും കൂടെ പ്രശാന്ത് ഏട്ടൻ. മറ്റേ ചേട്ടൻ്റെ പേര് വിജയ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആണ് കേട്ടോ ചെയ്തത്. ഇതുണ്ടോ ഈ പീസ് പൊട്ടിപ്പോയതാണ്. ക്ലാമ്പായിരുന്നു. ക്ലാമ്പ് ഇങ്ങനെ തുരുമ്പ് പിടിച്ചു പോയി. അതായിരുന്നു പ്രശ്നം. 2 കഷ്ണമായിട്ട് കിടക്കുക കേട്ടോ. അതായിരുന്നു നമ്മുടെ ലീക്കിൻ്റെ പ്രശ്നം എന്നാണ് അവർ പറഞ്ഞത്. ഇനിയൊന്ന് എണ്ണ അടിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം കേട്ടോ. ഇതാണ് കേട്ടോ വണ്ടി പണിയെടുത്ത ആള് വിജയ് ചേട്ടൻ കേട്ടോ. എന്നാൽ ശരി, ഓക്കെ, താങ്ക് യു. ശരിക്കും അപ്പൊ എന്തായിരുന്നു ചേട്ടാ ഈ പ്രശ്നം? ശരിക്കും പ്രശ്നം എന്ന് വെച്ചാല് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് പൊട്ടിയതല്ല, ക്ലാമ്പ് പൊട്ടിയതല്ല പ്രശ്നം. അല്ല, ഞാൻ വീഡിയോയിലേ ക്ലാമ്പ് പൊട്ടിന്നൊക്കെ വലിയ തട്ടി വിട്ടിട്ടുണ്ട്. അതായത് ഈ ക്ലാമ്പ് എന്താ പറ്റിയെന്നറിയോ? തുരുമ്പിടിച്ചു. ക്ലാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ 2 പ്രാവശ്യം ഊരിയില്ലേ, അന്നേരം അതിന്റെ ടെമ്പർ പോയി. പിന്നെ ഈ മഴ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് അത് ആകെ അലമ്പായിട്ട് ആ സാധനം ഒടിഞ്ഞു പോയായിരുന്നു. അതാണ് ഈ പ്രഷർ അങ്ങ് ചെല്ലുമ്പോഴേ എണ്ണ ഇങ്ങോട്ട് പോരുന്നു. എണ്ണ ഇങ്ങോട്ട് പോരുമായിരുന്നു. അപ്പൊ പ്രശ്നമൊക്കെ ഏകദേശം തീർന്നു പ്രതീക്ഷിച്ച് നമുക്ക് അങ്ങ് പോവാം. അങ്ങനെ ഞങ്ങള് മുന്തിരിത്തോട്ടം കാണാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടം കാണണമെങ്കിൽ നമ്മൾ പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയില്ലേ, അവിടുന്ന് തിരിഞ്ഞു പോണായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് വണ്ടീന്റെ ലീക്കും പ്രശ്നങ്ങളൊക്കെ നോക്കി നമ്മൾ നേരെ ഇങ്ങ് പോകുന്നോണ്ട് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ വേണം? 50 കിലോമീറ്റർ നമ്മൾ തിരിച്ചു പോകണം. ആ 50 തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരില്ലേ? പിന്നെ പോയാൽ മാത്രം പോരല്ല, തിരിച്ചു വരണ്ടേ. എന്നിട്ട് ഈ റൂട്ടിൽ തന്നെ നമുക്ക് പോകണം അല്ലേ? അപ്പൊ നമ്മളിപ്പോ എവിടേക്കാ പോണേ? എന്നാ ഇനി നമുക്ക് ഇപ്പൊ ചൂടല്ലേ ഇവിടെ, കൊടൈക്കനാൽ പോയാലോ അല്ലേ? ഗുണക്കേവ് ഒക്കെ കാണാൻ പറ്റുമോ നോക്കാം. എന്നാ ശരി, നമുക്ക് നേരെ കൊടൈക്കനാൽ പോവാം. മുതലാളിന്റെ അനിയൻ എന്ത് പണിയാന്നാ പറഞ്ഞേ? അതായത് ഗോൾഡിന്റെ സ്ക്രാപ്പിന്റെ പരിപാടിയാണ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ ബാങ്കുകളിലൊക്കെ നമ്മൾ വെക്കുന്ന ഗോൾഡ് ഉണ്ടല്ലോ, അതിപ്പോ പലിശയൊക്കെ അടയ്ക്കാണ്ട് ലേലം വിളിച്ചു പോകും. ആ ലേലം വിളിച്ചു പോകുന്ന ഗോൾഡ് എടുത്തിട്ട് നമുക്ക് നാട്ടിലൊക്കെ നമുക്ക് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണല്ലോ. അതായത് ഈ ലേലം വിളിച്ചു പോകുന്ന ഗോൾഡ് ഉണ്ടല്ലോ, അതെടുക്കും. അത് ലേലം വിളിച്ചെടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഇവരുടെ കമ്പനി കൊണ്ടുപോയിട്ട് അത് ഉരുക്കിയിട്ട് ബിസ്ക്കറ്റ് ആക്കും. ബിസ്ക്കറ്റ് ആക്കിയിട്ട് ഇത് സ്വർണ്ണം ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, ഈ ആഭരണം അത് ഇതൊക്കെ അവർക്ക് കൊടുക്കും. പക്ഷെ അതിലുള്ള ഈ ചെമ്പപ്പം എന്ത് ചെയ്യും? ചോദിച്ചൂടായിരുന്നോ? അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതും കൂടി ചോദിച്ചിട്ട് നമുക്ക് ആ ബിസിനസ് തുടങ്ങായിരുന്നു. പക്ഷെ ഇത് നോക്കിക്കേ, മുന്നിലേക്ക് വന്ന് നോക്ക്, ആകാശത്തിന്റെയും ആ മേഘങ്ങളുടെ ഒക്കെ കളർ കണ്ടോ? അത് മാത്രല്ല ആ മല കണ്ടില്ലേ, അതാണോ കൊടൈക്കനാലിന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആണോ? നമ്മള് ഇന്നലെ കഴിച്ചതും ഇന്ന് കഴിച്ചതും ഒക്കെ ഒരു ഹോട്ടലിൽ നിന്നാണ്. ആ ഹോട്ടലിലേക്ക് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാ. ഇന്നിപ്പോ ഒന്നും നടന്നില്ല കേട്ടോ. സമയം എത്രയാണെന്നറിയോ? നമ്മൾ ഈ വണ്ടി എപ്പോ അവിടെ കയറ്റിയതാണെന്നറിയോ? 10:45 കൊണ്ടായപ്പോ കയറ്റിയതാ. ഇപ്പൊ ജസ്റ്റ് 1 മണി. ഇത്രയും നേരം പണി എടുത്തിട്ട് ആ ചേട്ടൻ എത്ര രൂപ മേടിച്ചെന്നറിയോ? എത്ര രൂപ മേടിച്ചത്? 300 രൂപ. അത് പക്ഷേ വലിയ നഷ്ടമൊന്നും ഇല്ല താനും. വണ്ടിക്ക് നമുക്ക് നഷ്ടം വരിക എന്നുള്ളതല്ല. ബെൽറ്റ് ലൂസ് ആയിരുന്നു, ആ ബെൽറ്റ് ചെയ്ത് ടൈറ്റ് ആക്കി. പിന്നെ അതേപോലെ നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന്, അതായത് റേഡിയേറ്ററിൽ നിന്ന് എഞ്ചിനിലേക്ക് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട്, വെള്ളം പോകുന്നത്. ആ പൈപ്പിന്റെ അവിടെ ലീക്ക് ആയിരുന്നു. അതിന്റെ അവിടത്തെ ഈ ക്ലാമ്പ് പൊട്ടിക്കിടക്കുമായിരുന്നു. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, വണ്ടിയുടെ എല്ലാ പണികളും നിങ്ങൾ തീർത്തിട്ട് പോകണം, കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ പുള്ളിയും പറഞ്ഞു ഏകദേശം എല്ലാ പണികളും നമ്മൾ തീർത്തിട്ടുണ്ട്. അതും ആ ക്ലാമ്പൊക്കെ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചെന്നൈ വരെ ആൾക്കാരുണ്ട്. അതെ, അവിടെ വരെ നിങ്ങൾ എപ്പോ വേണമെങ്കിലും വിളിച്ചോ, സഹായത്തിന് നമ്മൾ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോവാം, നമുക്ക് നേരെ കൊടൈക്കനാൽ പിടിക്കാം. അപ്പോൾ ആ ചോറ് വന്നു കേട്ടോ. എൻ്റെ നല്ല പച്ചരി ചോറും പപ്പടത്തിൻ്റെ വലിപ്പം നോക്കിയേ, കുഞ്ഞാൻ്റെ പപ്പടം നോക്കിയേ. ടീം നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ 2 ദിവസമായിട്ട് ഇവിടുന്ന് തന്നെ കഴിക്കുന്നത്. ഇവിടുത്തെ നല്ല ഫുഡാണ്. ആ, ഇലയിലിട്ട് കഴിച്ചത്. നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആൻസി ആദ്യം തൈര് ഒഴിച്ചാ കഴിക്കുന്നേ. കുഞ്ഞാറ്റയ്ക്ക് ഇതേ അവള് വാരുന്നുണ്ട്. കൊച്ചുമാരി കഴിച്ചോ കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, സൂപ്പറാണോ? കൊള്ളില്ല. ആൻസി ഒന്ന് പറ എങ്ങനെയുണ്ടെന്ന്. ഏതാ ബീൻസ് അല്ലേ? നീ ചോറ് എങ്ങനെയുണ്ടെന്നോ? അത് തന്നെയല്ലേ? അപ്പോൾ പിന്നെ ടേസ്റ്റിനെ കുറിച്ച് അധികം വർണ്ണിക്കാത്തതല്ലേ? ആ
അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഹോട്ടൽ ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാട്ടോ. നല്ല അടിപൊളി ഫുഡാണ് അല്ലേ ആൻസി? ആൻസിക്ക് ഇഷ്ടപ്പെട്ടോ? 120 രൂപയുള്ള ചോറിന് 240 രൂപ. എനിക്ക് ഫുഡ് കുറെ കഴിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് കഴിച്ചിട്ട് തന്നെ ഞാൻ കഴിച്ചിട്ട് തന്നെ ബാക്കിയാണ് അവിടെ. ഇവക്കും കൂടെ കൊടുത്തല്ലോ. പുള്ളി പിന്നെ വന്ന് ചോദിച്ചു ചോറ് വേണോ, കറികൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കറികളൊക്കെ അൺലിമിറ്റഡ് ആണ്. അതെ, അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേനിയിലാണുള്ളത്. അപ്പോൾ തേനിന്ന് ഔട്ടറാണ്, തേനി ടൗണിൻ്റെ ഔട്ടറാണ് സംഭവം വരുന്നത്. പെരിയകുളം ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബൈപ്പാസ് റൂട്ടിലാണ് ഹോട്ടൽ ഗ്രീൻ ലീഫ് വരുന്നത്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. അടിപൊളി ഫുഡാണ്, ധൈര്യമായിട്ട് കഴിക്കാം. ഞാൻ അവസ്ഥ ഇങ്ങനെ എടുത്ത് കഴിച്ച കറി എന്താണെന്ന് അറിയോ, നമ്മുടെ ഈ ചൂണ്ടങ്ങ എന്നൊക്കെ പറയുന്ന ഒരു കായില്ലേ, അതുപോലത്തെ ഒരു സാധനമാണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പോവാ. പിന്നെ നമുക്ക് ഇവിടെ കയറണമെങ്കിൽ എൻ്റെ അമ്മ ഇതിലേക്ക് കയറി പോകണം അല്ലേ? ഞങ്ങളുടെ യാത്രകളൊക്കെ കാണണം. അതായത് നമുക്ക് ഇവിടുന്ന് 72 കിലോമീറ്റർ ആണ് കൊടൈക്കനാലിന് വരുന്നത്. അപ്പൊ ഈ കൊടൈക്കനാല് നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ഊട്ടിക്ക് കയറുമ്പോൾ പാസ് എടുക്കൂലേ? എന്ന് പറഞ്ഞ പോലെ കൊടൈക്കനാല് കയറുമ്പോഴും പാസ് എടുക്കണം. അത് ഇപ്പൊ ഒന്നും വലിയ നിർബന്ധമില്ല. അതായത് സീസണുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ആവശ്യമുള്ളത്. കാരണം അന്നേരം ഇത്ര വണ്ടികളെ കയറ്റി വിടുള്ളൂന്നുണ്ട്. ഇതിപ്പോ ഞാൻ കയറി നോക്കുമ്പോൾ തന്നെ സ്ലോട്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് കാണിച്ചത്. അപ്പൊ സംഗതി എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ TN E-Pass അടിക്കുക. അപ്പൊ അതില് വരും നമ്മൾ ഇന്ത്യന്റെ പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ്, വണ്ടീന്റെ മേക്ക്, ഏത് വർഷത്തിൽ ഉണ്ടാക്കിയ വണ്ടിയാണ്, അതൊക്കെ ചോദിക്കും. ഫ്യൂവൽ ഏതാണ്, അത് എനിക്കറിയില്ല. പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ ഇത്ര പെട്രോൾ വണ്ടി ഇത്ര ഡീസൽ വണ്ടി എന്നൊക്കെ ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ചിലർക്ക് കിട്ടാത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ സ്റ്റേറ്റ് ചോദിക്കും. സ്റ്റേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ കേരളം എങ്ങനെ സെർച്ച് ചെയ്യും? കേരള സെർച്ച് ചെയ്താൽ കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊടൈക്കനാൽ ഡിണ്ടിഗൽ സ്റ്റേറ്റ് വരുന്നതാണല്ലോ. അപ്പൊ ഡിണ്ടിഗൽ അങ്ങ് അടിക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ അഡ്രസ്സ് അതിന്റെ അടിയിൽ ചോദിക്കും. ആ അഡ്രസ്സ് അങ്ങ് കൊടുക്കുക. അതും കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റ്. പാസ് അപ്പൊ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് കയ്യിലുണ്ട്, ഫോണിൽ വെച്ചാൽ മതിയോ? അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിനുള്ള റൂട്ട് തിരിഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ നട്ടക്കട്ട വെയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെരും മഴയാണ്. അവർക്ക് ടെൻഷനാണ്, നാട്ടിലുള്ളവരൊക്കെ ഓരോരുത്തർ വിളിക്കുമ്പോൾ. ഞങ്ങളുടെ അവസ്ഥ വേറെയാണ്. ഇവിടെ വെയിൽ കാരണം ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഓരോരുത്തരും നമുക്ക് സ്പോൺസർ ചെയ്തു എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെ വിചാരം നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിച്ചുചട്ടി എടുത്തിറങ്ങിയിരിക്കുക എന്നാണ് ചിലരുടെ വിചാരം കേട്ടോ. അങ്ങനെയൊന്നുമല്ല. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമാണ്. പിന്നെ ചില ആൾക്കാർ സ്പോൺസർ ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ഓരോ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഞങ്ങൾ പിച്ചച്ചട്ടി എടുത്തിട്ട് ഇറങ്ങി എന്നതല്ല. അത് കുറേ ആൾക്കാർക്ക് മനസ്സിലാവാത്തതാണോ, മനസ്സിലായിട്ടും ഞങ്ങളെ കളിയാക്കുന്നതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അത് കുറച്ച് ലോകപരിചയം ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ കുറെ ആൾക്കാരുണ്ട്, എന്താ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ നമ്മളിങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു താല്പര്യം, അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അല്ലാണ്ട് നമ്മൾ ആരോടും ഞങ്ങൾക്ക് യാത്ര പോകാൻ പൈസ വേണേ ഞങ്ങൾ ആരെയും വിളിച്ച് ചോദിച്ചിട്ടില്ല. ഞങ്ങളെ സഹായിക്കുന്നവർ സഹായിക്കുക എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സഹായമല്ലാതെ അത് ഞങ്ങൾക്കൊരു അവരൊരു പ്രോത്സാഹനം നൽകുന്നതാണ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങളിത് അതുകൊണ്ടാണ് ചിലരെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നത്, അടച്ച് പറയുന്നതല്ല. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും സപ്പോർട്ടുമാണ്. പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് തമിഴ്നാടാണ്. നീലഗിരി കയറുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടല്ലോ, ഇതുപോലത്തെ കുപ്പിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലത്തെ കുപ്പിയൊക്കെ കൊണ്ടുപോകാം. അങ്ങനത്തെ കുപ്പികൾ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ കുപ്പികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സമ്മതിക്കില്ല. ചുരം കയറിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ അതിന് താഴേക്ക് നോക്കിയപ്പോ അടിപൊളി വ്യൂ ആണ്. മരങ്ങളും ഇതുമെല്ലാം കണ്ട് നല്ല രസമുണ്ട്. ഇത് ഏതായിരിക്കും ഡാം? ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തോട്ടങ്ങളൊക്കെയാണ്. മറ്റേ എന്താ പറയാ, നമ്മുടെ അരി പാടങ്ങളൊക്കെ താഴെ നെൽപ്പാടം. മൊത്തത്തിൽ പോയി കേട്ടോ. ഈ മൊത്തത്തിൽ പോയി. കണ്ടു കഴിഞ്ഞോ? നമ്മുടെ നാട്ടിലൊക്കെ കളയുന്ന സാധനം വിൽക്കാൻ വെച്ചേക്കുന്ന കണ്ടോ, ചീഞ്ഞളിഞ്ഞു പോകുന്ന. നമ്മുടെ നാട്ടിലൊക്കെ കുറേയൊക്കെ കഴിക്കും, എന്നാലും പോവാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. ഒരു ചക്കയെങ്കിലും പോകത്തുന്നുണ്ടാവും. സേഫ് അല്ല. മാമന്മാരിങ്ങനെ ഓടി വരികയാണ്. വണ്ടി നിർത്താൻ പോണി പിടിക്കാലോ എന്നുള്ള രീതിയിലാട്ടോ. ഇതെന്താ ഞാൻ ഇപ്പൊ ചാടിയതെന്താ?
കുരങ്ങന്റെ ഇംഗ്ലീഷ് എന്താ അറിയില്ലേ? ഞങ്ങളെ നാണം കെടുത്തിയല്ലോ. എന്താ ഉറക്കങ്ങ് പറ. അറിയില്ല അറിയില്ല നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ലല്ലോ അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പിന്നെയും ചോദിക്കും. ഇതെന്താ റിവറ? മുളയാർ റിവറോ? മൂലയാർ റിവർ. വെള്ളം ഉണ്ടോ? വെള്ളം ഇല്ലേ? ഇല്ല, വെള്ളം കുറവാ. ഇവിടെ ഇതൊക്കെ മഴ ഉണ്ടോ? മഴയും ഇല്ല, ഒന്നും ഇല്ല ഇവിടെ. മഴയില്ല, മഴ കുറവാണല്ലേ? ജസ്റ്റ് ഒന്ന് മൂടി നിക്കുന്നേ ഉള്ളൂ. അതെന്താന്ന് അറിയില്ല. എന്താന്നറിയില്ല. പണ്ട് നമ്മുടെ സുഭാഷൊക്കെ വീഴാൻ നേരം നല്ല മഴയായിരുന്നു. അതെ, അന്ന് ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് ഇറങ്ങിയതാട്ടോ. ആൻസി ഇറങ്ങിയിട്ടില്ല, കാരണം കുഞ്ഞാറ്റ വണ്ടിക്കകത്ത് കിടന്ന് നല്ല ഉറക്കമാണ്. ഇവിടെയൊക്കെ നല്ല ബജ്ജിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ, വെള്ളമില്ല. നമ്മുടെ മൂന്നാർ ഏരിയയിലൊക്കെയാണെങ്കിൽ പെരും മഴയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കര വെള്ളമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ മഴയില്ല, അതുകൊണ്ട് വെള്ളമില്ല. കാണുന്നതാണ് കേട്ടോ. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ വെള്ളമില്ല. തുണി ഊരി നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. ഇത് കൊടൈക്കനാലിൻ്റെ അങ്ങോട്ട് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഏരിയയിലുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ. പോയേക്കാം. വെള്ളം കുറവാല്ലേ? വെള്ളം കുറവാ, പക്ഷെ രസമുണ്ട്, കാണാൻ രസമുണ്ട്. എന്താ ഇതിന്റെ പേരെന്താ? സിൽവർ കാസ്കേഡ് ഫാൾസ്. ഇവിടെ എല്ലാരും വണ്ടിയൊക്കെ നിർത്തി. കുതിര ഉണ്ടോ? കമ്പി ഇതാണ് കുതിരയല്ലേ? പോത്ത്, കാട്ടുപോത്തിനെ ഉണ്ടാക്കി വെച്ച് കേട്ടോ. കൊള്ളാം, നല്ല ബ്ലോക്കാല്ലേ ഇവിടെ ശരിക്കും. ഇവിടെ കണ്ടാനും വണ്ടി കേട്ടോ. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നേ നല്ല തിരക്കായിരിക്കും. കുഞ്ഞാറ്റെ മേടിച്ച സാധനം ഇവിടെ ഇങ്ങനെ മാല പോലെ തൂക്കി കിടക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും നമ്മളെ കൊണ്ട് അവള് മേടിപ്പിക്കും. അപ്പൊ നമ്മൾ അവിടുന്ന് മേടിച്ച് എന്തായാലും നന്നായി. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊടൈക്കനാൽ എത്താനായി. എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ ഇവിടെ. എന്നാലും ഏകദേശം ടൗണൊക്കെ എത്തി തുടങ്ങിയില്ലേ. ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രൂട്ട്സ് കടകളാണ് കേട്ടോ. സൈഡിൽ കൂടി മൊത്തം ഫ്രൂട്ട്സിന്റെ കടകൾ. അതിന്റെ കൂടെ വേറെ സാധനം കാണുന്നുണ്ട്. അതിന്റെ റേറ്റും അതെന്താണ് സാധനം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് അങ്ങനെ കൊടൈക്കനാൽ ഞങ്ങളെ പറ്റിച്ചു കേട്ടോ. കാരണം ഞങ്ങളിവിടെ നല്ല തണുപ്പും കാര്യങ്ങളും മഴയൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ മഴയില്ല, തണുപ്പുണ്ട്, വെയിലാണ് പക്ഷെ കേട്ടോ. അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ഒന്ന് ഫ്രൂട്ട്സും ഒന്ന് മിഠായിക്കടയാണ് അല്ലേ. എന്തോരം മിഠായിക്കടയും ഫ്രൂട്ട്സ് കടയാണെന്നറിയോ. പിന്നെ അടുത്തടുത്തുള്ള വീടുകൾ കാണാൻ നമ്മുടെ വാൽപ്പാറേന്റെ ഒക്കെ ഒരു ഇതുണ്ട് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഊട്ടിയും വാൽപ്പാറയൊക്കെ അങ്ങനെയല്ലേ, അടുത്തടുത്തടുത്ത് വീടുകൾ. തമിഴ്നാടാണല്ലോ. പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ തട്ടില് വീടുകളില്ലല്ലോ. കേരളത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. കാരണം ഇങ്ങനെ തട്ടുമാണ്, അടുത്തടുത്തടുത്ത് വീടുകളും. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നല്ല ഭംഗിയാണ് അത് കാണാനല്ലേ. ഞങ്ങള് വണ്ടി അവിടെ സൈഡ് ചെയ്തിട്ടോ. ഞങ്ങള് കൊടൈക്കനാൽ ലേക്ക് കാണാൻ വേണ്ടി വന്നതാണേ. ഇതുണ്ടോ, ഉള്ളിലേക്ക് കയറുന്നുണ്ടോ ഏട്ടേ? ഉള്ളിലേ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. കൊച്ചിനെ വെച്ച് ബോട്ടിങ്ങിന് ഇറങ്ങണ്ടല്ലോ. ഞങ്ങൾ ഇതിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് വരാവേ. കുറച്ചല്ല, ഇതിങ്ങനെ ഈ ലേക്കിന് ചുറ്റിനും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരാമെന്നാണ്. ശരിക്കും എങ്ങനെയാണെന്നറിയോ? ഇവിടുന്ന് ഞാൻ പണ്ട് +2 പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് സൈക്കിൾ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ 2ാമത്തെ പ്രാവശ്യം. എന്നിട്ട് കോമഡി എന്തറിയോ, എന്റെ കൂടെയുള്ള എല്ലാരും പോയി. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നു. ഇല്ല, ചെറുക്കന്മാരെല്ലാരും വിളിച്ച്. ഈ കുതിരക്കാരുടെ ഒരു ഐഡിയ നോക്കി. എങ്ങനെയാണ് കുതിരക്കാരെ സൈക്കിളിൽ പോകുന്നു, മറ്റവര് നടന്നു പോകുന്നു. ചേച്ചിക്ക് സന്തോഷായി. എന്ത് വീഡിയോ എടുക്കുന്നു? ഈ വണ്ടി നമ്മൾ കണ്ടാണ്, ഡൽഹിയിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഇത് പോലീസ് ഒരു ബന്ധമില്ല. അവിടുത്തെ തൂപ്പുകാരി പോലും അല്ല. അതാണ്. അല്ല, കുറെ ചേച്ചിമാരുണ്ടായിരുന്നു ഇതിനകത്ത്. എന്നിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ഒക്കെ പുറത്തേക്ക് എറിയുന്നുണ്ടില്ല. അതൊക്കെ ഇവരുമായിട്ട് ഒരു ബന്ധം. തിരിച്ചു വന്നു കഴിയുമ്പോ കുഞ്ഞാറ്റയ്ക്ക് ഒരു ചോളം മേടിച്ചു കൊടുക്കണേ. ചോളാപ്പരി. പേഴ്സ് എടുത്തിട്ടില്ലല്ലോ അല്ലേ? പേഴ്സ് എടുത്തിട്ടില്ല. പേഴ്സ് ഉണ്ട്. പേഴ്സിൽ പൈസ ഉണ്ടോ? കോടികൾ 100 രൂപ. അത് മതി, 100 രൂപയ്ക്ക് മതി. ഇത് മറ്റേ ഇത് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ബൊമ്മകൾ കിട്ടുന്നല്ലേ.
അങ്ങനെയാണോ? ഒന്ന് പൊട്ടിച്ചാലോ? വെറുതെ എന്തിനാ കയ്യിരിക്കുന്ന കാശുകളെ? അതറിയില്ല, ചുമ്മാ ഒന്ന് നോക്കാം. എന്തായാലും നടന്നു എനിക്ക് തിരിച്ചു തന്നെ നോക്കാം. ഇപ്പൊ തന്നെ തിരിച്ചു വരില്ലേ? ഇപ്പൊ തന്നെ നോക്കായിരുന്നു. 10 എണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. 10ൽ 10 എണ്ണം അടിക്കണം, 100 രൂപയാണ് കേട്ടോ. ചേട്ടി മോസസിന്റെ കൂടെ കൂടിയിട്ട് തുടങ്ങിയ പരിപാടിയാന്ന് തോന്നുന്നേ. കൊച്ചിനെ എടുക്കാൻ വയ്യാത്തോണ്ടല്ലേ അമ്മ അവിടെ അമ്മേനെ കൂടെ നിന്നാലോ? കാണിക്കാം, നമുക്ക് പോയി നോക്കാം. അപ്പ എന്താണ് ചെയ്യാൻ പോണെന്ന് എന്തേലും നോക്കൂ? ഇല്ല, ഗിഫ്റ്റ് പോയി, പൈസയും പോയി. ഇനി വെറുതെ അടിച്ചോണ്ടിരുന്നോ? ഒരെണ്ണെങ്കിലും കൊള്ളിക്കണേ. വാവ്, ഒന്ന് കിട്ടി. ഒന്നുമില്ല. ഒരെണ്ണാണ് പൊട്ടിച്ചിത്രമായിട്ട്. എന്തായാലും ഗിഫ്റ്റ് പോയി. 2 അല്ല, ഇനി എണ്ണീട്ട് കാര്യമില്ലല്ലോ. ആ, വാവ്, 3. മൊത്തം പൊട്ടിക്കോ കുഞ്ഞിൻ്റെ അപ്പായി? ഇല്ല, പേടിക്കണ്ട, 3 എണ്ണേ പൊട്ടിച്ചിട്ടുള്ളൂ. മോസസിന് ഈ പരിപാടി ഉണ്ടല്ലോ. നിങ്ങൾ മോസിനെ കൊടുത്ത് ഓടിയിട്ട് തുടങ്ങിയതല്ലോ ഇതൊക്കെ അല്ലേ? ആയില്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി 100 രൂപയും കൊടുത്തിട്ട് നമുക്ക് പോവാം. എന്നിട്ടേ ഓ, എത്രണ്ണം പൊട്ടിപ്പോ? ഓ, 6 എണ്ണം പൊട്ടി, 4 എണ്ണം പോയി. കളഞ്ഞപ്പോ ഇച്ചിരി സമ്മാനം കിട്ടിയില്ലേ? അതിന് ഞാൻ പറയട്ടെ, 2 തോക്ക് വരുന്നില്ലേ? അതിൽ ഒരു തോക്ക് മാത്രമേ കറക്റ്റ് എയിം ആവുന്നുള്ളൂ. മറ്റേത് എയിം ആക്കിയിട്ട് വെടിവെച്ചാൽ ഉന്നം കറക്റ്റ് അല്ലാതെ. ആണോ? അപ്പൊ തട്ടിപ്പായിരിക്കും. ആ 10 രൂപയ്ക്കോടെ ചോളം മേടിച്ച് വയറ്റി കിടന്നേനെ. പിന്നെ ചുമ്മാ ഒരു സമാധാനം. അവിടെയൊക്കെ കോട കയറി തുടങ്ങിട്ടോ. ലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷെ ലേക്കിന്റെ ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ പൊന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ഇല്ല. ഞങ്ങൾ കണ്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അപ്പോഴത്തേക്ക് അത് നിർത്തി. അത് കുറച്ച് കഴിയുമ്പോൾ ഓണാക്കും തോന്നൂല്ലേ? അധ്വാനിക്കുന്ന ജനസമൂഹത്തിൽ മാത്രമേ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ചവിട്ടണുണ്ടോ? അവർ രണ്ടും ഒരുമിച്ച് അത് പിടിച്ചേക്കുക. ഇതിലൂടെ ഇങ്ങനെ പോയി ആ വണ്ടികളൊക്കെ കിടക്കുന്നിടത്ത് കൂടെ പോയി അപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ ചുറ്റി ഇവിടെ വരണം. സെയിം കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടികളും കടകളും മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് വരാവേ. നമ്മൾ ഈ വണ്ടിയിലിരുന്ന മാറട്ടെ. ഞാൻ സ്പീഡില്ലാത്ത തണുപ്പൊക്കെ ഉണ്ട്. മെല്ലെ പോ, റോഡിലേക്ക് പോരുതേ. കുഞ്ഞാറ്റയ്ക്ക് ഒരു സെറ്റർ മേടിക്കാൻ വേണ്ടി വന്നതാണേ. ഓക്കെ, നോക്കി നോക്കട്ടെ. കുഞ്ഞാറ്റയ്ക്ക് ഞങ്ങളൊരു സെറ്റർ എടുക്കാൻ വേണ്ടി വന്നതാണേ. ഇതുണ്ടോ? ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതുപോലത്തെയൊക്കെയാണ്. ആളത്രയും ഇല്ലാന്ന്. അത് ഇഷ്ടപ്പെട്ടോ? അത് മതിന്ന് പറഞ്ഞോണ്ട് കവറിൽ മതിന്നൊക്കെ പറഞ്ഞിട്ടോ. ഇതൊക്കെ വെറൈറ്റി ഒരു ഡ്രസ്സ് കൊള്ളാം. വേറൊന്നും വേണ്ട, നല്ല രസമുണ്ട്. ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണല്ലോ ചോക്ലേറ്റ്. ഇങ്ങനെ കടകൾ മാത്രമാണ് ഉള്ളൂ കേട്ടോ. ചുറ്റിനും കടകൾ. കുറേ നടക്കാനുണ്ടേ. ഞാൻ നടന്ന് മടുത്ത്. ഇവിടെ നമുക്ക് തിരിച്ചാലോ? അതാ നല്ലത്. അപ്പുറത്താകുമ്പോൾ സേഫ് ആയിട്ട് നടക്കും. ഇത് റോഡ് സൈഡ് ആകുമ്പോഴേ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നടക്ക്. ബാ. അപ്പോൾ അതേ നമ്മൾ ചെറിയ ചായ കുടിക്കാൻ പോട്ടോ. തമിഴ്നാട് ചായ കുടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മാറുക, വണ്ടികൾ കണ്ടവാനും വരുന്നുണ്ട്. ഇതെന്തായാലും ഉള്ളിവടയല്ലേ? നമ്മുടെ ഉള്ളിവട പോലെയാണോ എന്ന് നോക്കി. ഐസ്ക്രീമോ? ആ, ചോളം മേടിച്ചു നോക്കാം. നല്ല ചൂട് ചോളം മേടിച്ചാൽ കേട്ടോ. അങ്ങനെ ചായ കുടി എല്ലാം കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾ തമിഴ്നാട്ടിലെ ചായ കുടിക്കണം എന്ന് പറഞ്ഞ് കയറിയത് ഒരു മലയാളി ചേട്ടൻ്റെ ചായക്കടയിലാണ്.
അതിൽ ഞങ്ങൾ പെട്ടുപോയി. എന്താ അനുസരിച്ച് തപ്പണേ? ഞാനിവിടെ നേരത്തെ പോയപ്പോഴേ മറ്റേ ചെറിയ ചെടിയിൽ സ്ട്രോബെറി പോലത്തെ സ്ട്രോബെറിയാ? അത് സ്ട്രോബെറി തന്നെയാണ്. അതിന്റെ ഇല കണ്ടില്ലേ? പക്ഷെ അതിൽ കായും ഉണ്ടായിരുന്നു. ഇതല്ലേ എവിടെ? അത് പറിക്കാതെ സ്ട്രോബെറി തന്നെയാ കാണിച്ചേ. അയ്യോ ഇത് സ്ട്രോബെറി അല്ലേ? വേറെന്താ സാധനം? സ്ട്രോബെറി അല്ല, വേറെന്താ സാധനമാണ്? അണ്ണ ഇത് തന്നെ ഇത് ശരിയതാ. പക്ഷെ സ്ട്രോബെറിന്റെ ഇല പോലെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? പക്ഷെ സ്ട്രോബെറി അല്ല. വാ സ്ട്രോബെറി അല്ല, പോരി ഏറ്റി പോരി. സ്ട്രോബെറി അല്ല, അത് വേറെന്തോ സാധനമാണ്. എന്തായാലും പോവാം. ഇത് നോക്കിയാൽ സ്ട്രോബെറിന്ന് കേട്ടപ്പോൾ പിന്നെ അത് വിടുന്നില്ല കേട്ടോ. അതവിടെ ഇടാം. അത് സ്ട്രോബെറി അല്ല ഞാൻ. ബെൻലി ആണോ? ഏതോ ഒരു ബൈക്ക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. അത് ഇവിടുത്തെ ഈ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ്. എല്ലായിടത്തും ഉണ്ടായി നിൽപ്പണ്ടേ. ആൻസി മഴ ചാറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതങ്ങ് പിടിച്ചോ, ഇനി ഞാൻ അടിക്കോളാം അത്. അതിൽ കയറണ്ട. അതിൽ കയറിയാൽ കൊച്ചു പേടിക്കും. കൊച്ചു ഇവിടെ വാ, ഇതിൽ കയറാം. ആയിക്കോടില്ല, ദൈവമേ തെന്നി വീഴും അത്. അത്രേ ഉള്ളൂ. നമുക്കിത് കണ്ടാൽ മതി. അടുത്ത വർഷം തൊട്ടേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പഠിത്തം മാത്രമേ ഉള്ളൂ. നമുക്കിത് കണ്ടാൽ മതി. കൊച്ചിങ്ങനെയാണ്. അതിലല്ല, ഇപ്പുറത്തേക്ക് കയറി, ഇതിൽ കയറി. അല്ല അപ്പായൻ നോക്കിക്കോ, കൊച്ചിനെ ഇതാക്ക്. കൊച്ചോടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മെല്ലെ ആക്കി ആദ്യട്ടോട്ടെ. ഒറ്റ പടലം കൂട്. എക്സ്പ്രഷൻ കണ്ടവിടെ ഓടി വരുന്ന കണ്ടപ്പോ ഞാൻ ഇപ്പൊ ഊഞ്ഞാലാട്. അതാ നല്ലത്. മതിയാക്കടി. അത് സ്ട്രോബെറി അല്ല, അത് ഇവിടത്തുകാർക്ക് തന്നെ അറിയില്ല എന്താ ഇത്. പക്ഷെ കണ്ട് നല്ല പരിചയം ഇല്ലാത്തൊരു സാധനം പോലെ. അയ്യേ, ഇത് വെള്ളച്ചോവയാ. എന്താന്നറിയില്ല, എന്തോ സാധനം. കാണാൻ സ്ട്രോബെറിന്റെ തൈ പോലെ ഉണ്ട്. തൈ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ വകഭേഗത്തിൽപ്പെട്ട എന്തോ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കാണപ്പെട്ടു വരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണത്. അല്ല, ആഫ്രിക്ക അല്ല, സോറി, കൊടൈക്കനാൽ. പിന്നെ ഓടുന്നുണ്ട്. ഇനി ഊഞ്ഞാലെ പിന്നെ പേടിയില്ല കേട്ടോ. എന്തൊരു ഓട്ടം. ഇവിടെയായിരുന്നു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിൽ നല്ല രസത്തിലാണ് നേരത്തെ വെള്ളം ചെയ്തത്. രാത്രിയാകുമ്പോൾ ലൈറ്റും കൂടി ഇടും. ഇതിലല്ല, അതിലാട്ടോ. എടി, അത് പിള്ളേർക്കുള്ളതാണ്, നിന്നെപ്പോലെയുള്ള തള്ളകൾക്കല്ല. ആൻസി, പിള്ളേർക്കുള്ളതാ. എന്താണ്? പേടിത്തോണ്ടത്തി ഊഞ്ഞാലാടാൻ പോവാ. പിടിച്ചിരിക്കി. പേടിയുണ്ടോ? അതെന്താ, നേരെ ഇരിക്കാൻ പറ്റാത്തതിന്റെ ഒരു പേടിയാ. ഇത് ഊഞ്ഞാല് പേടിയൊന്നുമില്ല. ഹാപ്പി ഹാപ്പി. അപ്പായുടെ ഐഡിയ കേട്ടോ. കാരണം അത്രയും ദൂരത്തുനിന്ന് കൊച്ചെന്തായാലും വരില്ല. മുഖരിക്കും നോക്കിക്കേ. പിന്നെ അതല്ല കോമഡി എന്താ പറയുക, നമ്മളെന്ത് തള്ളി കയറ്റുന്ന പോലെയാ. എല്ലാത്തിനും വലിയ ഓടിപ്പോയി കേരളം കഴിഞ്ഞിട്ട്. എന്നിട്ട് പേടി. കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ഞങ്ങളൊരു ചോളം മേടിക്കാൻ വേണ്ടി വേണ്ട. എരിവ് ചുട്ടത് ഉണ്ട് കേട്ടോ. ചുട്ടത് പക്ഷെ പകുതിയാണ് വേവുള്ളൂ. ഇത് നല്ല വെള്ളത്തിലിട്ട് നന്നായി വേവിക്കുന്ന കേട്ടോ. അക്ക തന്നെ പറഞ്ഞ കേട്ടോ. കാരണം കൊച്ചിനായതുകൊണ്ട് കൊല്ലന്മാരുടെ അടുത്തിരിക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിപ്പോ എന്തിനാ ഉപയോഗിക്കുന്നേ? ഓഹോ, നമുക്ക് എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഓർഡർ ചെയ്തേ. കുറേ നേരമായിട്ട് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇത്രയും നേരം ഓണാക്കിയില്ല, ഇപ്പോഴാട്ടോ ഓണാക്കിയത്. ഞങ്ങൾ ആ ഓപ്പോസിറ്റിൽ നിന്ന് നടന്ന് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഓപ്പണായി. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ചും കൂടി അടുത്ത് കാണണമെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. സൂപ്പർ, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്.
കുറച്ചും കൂടെ അടുത്തേക്ക് എത്തിട്ടോ. ആ ഇത് രാത്രിയാകുമ്പോൾ ലൈറ്റ് ഒക്കെ ഇടും. ലൈറ്റില്ലേ നല്ല വെറൈറ്റി ആയിരിക്കും. ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞാനിക്ക് ഇഷ്ടപ്പെട്ടോ കുഞ്ഞാലത്? സൂപ്പറാണോ? ചോളം തിന്നില്ലേ? എന്നാ ഊരിട്ട് നമ്മുടെ വണ്ടിയിൽ മുമ്പിൽ പിടിപ്പിച്ചാലോ? ഇതൊന്നും പിന്നെ കെമിക്കലും ഇല്ല, കൊച്ചിന് നല്ലതുമാണ്, ധൈര്യമായിട്ട് കഴിക്കാം കൊച്ചിന്. നമ്മള് ലേക്കിന്റെ ഇവിടുന്ന് പോവുകയാണേ. ഇവിടെ ഒരു 500 വർഷം പഴക്കമുള്ള മരം ഉണ്ടെന്ന് കേൾക്കുന്നേ. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് എന്നാട്ടോ ഇതിന് പറയാ. ആ ലേക്കിന്റെ വ്യൂ പോയിന്റ് ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് ആ ലേക്ക് ഫുള്ള് കാണാവേ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മൊത്തമായിട്ട് കാണുകയും ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഇതന്നെ ചുറ്റിനും നടക്കുന്നുണ്ടോ, നമ്മുടെ പൂക്കോട് ലേക്കിൻ്റെ ചുറ്റിനും നടക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ അപ്പുറത്തെ സൈഡിൽ കൂടി വന്ന് അതേ സ്ഥലത്ത് തന്നെ എത്താം. സൈക്കിളൊക്കെ ഓടിക്കുന്ന അറിയുന്നവർക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ 500 വർഷം പഴക്കമുള്ള മരം കണ്ടുപിടിച്ചു. ഇതാണ് ആ മരം. പക്ഷേ അങ്ങോട്ട് പോകാനോ കാണാനോ പാടില്ല. അതായത് ഞാൻ കാണിച്ചാ ഈ കാണുന്നതാണ് ആ മരം. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവിടെ വരെ നിൽക്കാം. ഇവിടെ നിന്ന് കാണിക്കാവേ. ഇവിടെ നിന്ന് കാണിക്കാം. പക്ഷെ എന്നാലും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. ഇതിൽ കൂടെ അങ്ങനെ ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല. എന്താ കായ പഴുത്തിറക്കുന്നത് അറിയില്ല, ചേച്ചിനോട് ചോദിച്ചറിയായിരിക്കും. സുണ്ടങ്ങയാണ് കേട്ടോ. പക്ഷെ കളറൊക്കെ ഒരു കായ നല്ല എന്താ പഴുത്ത് കിടക്കുന്ന കായ പോലെ അല്ലേ. പിന്നെ ഞങ്ങൾ കുറേ നേരമായിട്ട് ഞാൻ പറഞ്ഞൊരു സാധനം ഇവിടെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കാണിച്ചു തരാവേ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുറേ പേര് ഇതിങ്ങനെ ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കടയിലും ഈ സാധനം ഇരിക്കുന്നുണ്ട്. ഇതിനെന്തൊരു ഗുണമുള്ളേ? ഇതെങ്ങനെയാ ഇപ്പൊ വെട്ടി ഇതാക്കിട്ടോ? ഈ തൊലി കളയോ മേളത്തെ? ഇത് കുറേ കടയിലിരിക്കുന്നത് കണ്ടു കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് നമ്മളെ നാട്ടിലൊക്കെ ട്രൈ ചെയ്യുമോ? നമ്മളെ നാട്ടിലാരും വാങ്ങുന്നത്. ഇതെന്താ? മറ്റേ സബർ ജില്ലിക്ക. ഇവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഗുണം കൂടുതൽ മണം അലമ്പായിട്ടുള്ള സാധനം ദുരിയൻ ചക്ക. നമ്മുടെ റംബൂട്ടാൻ. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞാറ്റ അത് കളഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല? കൊച്ചിന് എന്താ വേണ്ടേ? എന്ത്? മാംഗോസ്റ്റിനെ കണ്ണി പിടിച്ചോളൂ. വേറെ ഒന്നും ഇത് വേണ്ട, അത് വേണ്ട. എന്നാ എന്തെങ്കിലും വാങ്ങി കൊടുക്കും. ചേച്ചിക്ക് ഭയങ്കര ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എന്താണ്? അതെ, ഇത് ഈ അടിയത്തെ ഇതില്ലേ, ഇത് എണ്ണി കഴിഞ്ഞതിന്റെ ഉള്ളിൽ എത്ര കുരു ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നേഴ്സറി ആയതുകൊണ്ടേ അതിൻ്റെതായ ഓരോ ഗുണങ്ങള് അല്ലേ. എല്ലാ സാധനം ഇവിടെ നിന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അങ്ങനെയുണ്ടോ? മലയാപ്പിളിന്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? ഇതാണ് സബർ ജില്ലി കേട്ടോ. സബർ ജില്ലിന്റെ ഒക്കെ വേറൊരു ഇതല്ലേ. കൊള്ളാം. കുഞ്ഞാറ്റയ്ക്ക് മാംഗോസിനാട്ടോ ഇഷ്ടപ്പെട്ടെ. ഇത് കണ്ടോ, വേറെ കാര്യം കണ്ടോ, ഇത് പേപ്പറാട്ടോ. ഇവിടെ കവർ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനെ വന്നു. അല്ല, പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ കടയിലും ഉണ്ട്. ഇപ്പോ ഇങ്ങനെയില്ല. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ കുടിൽ വ്യവസായം പോലെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതെ അതെ. ആ ടെണ്ടടേ പൊട്ടിച്ചാൽ ഇപ്പൊ പൊട്ടിക്കാവേ. മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി നമുക്കൊരു പള്ളി പോകാവേ. പക്ഷെ ആ മരത്തിന്റെ ചോട് വരെ പോകാൻ പറ്റുമെന്നാ ഞാൻ വിചാരിച്ചത്. ഞാനും അങ്ങനെ എനിക്കൊന്നത് കാണാം. അങ്ങനെ അപ്പൊ അവിടെ നിർത്തി നമ്മളിങ്ങനെ കുറേ നേരം ഫോണിൽ നോക്കിയപ്പോ തന്നെ ആ ചേച്ചിക്ക് മനസ്സിലായി ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇറങ്ങിയപ്പോഴേ 500 വർഷം പഴക്കമുള്ള മരല്ലേ. അതാ കണ്ടോളൂ ചേച്ചി. പക്ഷെ അത് ഉള്ളിലായി പോയില്ലേ. ഉള്ളിലല്ലായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി കണ്ട് തൊടുവൊക്കൊന്നും ചെയ്യായിരുന്നു. 500 വർഷം പഴക്കല്ലേ. 500 വർഷം പഴക്കണ്ടായിട്ട് ഇതുവരെ വീണിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയല്ലേ. മരമായതുകൊണ്ട്. പക്ഷെ 500 വർഷം പഴക്കമുള്ള മരം വീണു പോവില്ലേ, നശിച്ചു പോവില്ലേ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡന്റെ കുറച്ച് അടുത്തായിട്ടുള്ള ഒരു പള്ളിയിലേക്കാട്ടോ പോണേ. ബൊട്ടാണിക്കൽ ഗാർഡന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പള്ളിയിലേക്ക്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ ഇറങ്ങുന്നുണ്ടോ? ആദ്യം നമുക്ക് പള്ളിയിൽ പോകണം. നമ്മൾ ഈ പള്ളിയിലേക്കാട്ടോ പോണേ. ദ കിങ് ചർച്ച് എന്നാണ് ഈ ചർച്ചിന്റെ പേര്. നമുക്ക് പള്ളിയിൽ പോകാം. അത് നല്ല പഴക്കമുള്ള പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല പഴക്കമുള്ള പള്ളിയാന്ന് തോന്നുന്നേ. നല്ല കല്ലും കൊണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നേ. അങ്ങോട്ട് പോയിട്ട് നോക്കാവേ. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പള്ളി ക്ലോസ് ആണ് കേട്ടോ.
രാവിലെ മാത്രമാണ് തുറക്കുള്ളൂ, ബാക്കിയുള്ള സമയങ്ങളൊക്കെ അടച്ചിടുന്നാണ് പറഞ്ഞത്. എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല. രാവിലെ വരാം. അടിപൊളി പള്ളി കേട്ടോ, അടിപൊളി പള്ളിയാണേ. രാവിലെ എത്ര മണിക്ക് കുർബാന എന്നൊന്നും അറിയാതെ രാവിലെ കുർബാനയ്ക്ക് വരായിരുന്നല്ലേ, പക്ഷെ എത്ര മണിയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടൈക്കനാലിൽ ഒരു റൂം എടുത്തു. കാരണം ഞങ്ങൾ ഇവിടെ ഉള്ള 1-2 പമ്പിൽ ചോദിച്ചു. ആകെ 3 പമ്പേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അതൊന്നും 24 മണിക്കൂർ പമ്പല്ല കേട്ടോ. അപ്പോൾ പമ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചോദിച്ചു നോക്കും. പിന്നെ മാപ്പിൽ നോക്കുമ്പോഴാണ് മനസ്സിലായത് എല്ലാം 8 മണിക്ക് 10 മണിക്ക് 11 മണിക്കൊക്കെ അടയ്ക്കുന്ന പമ്പുകളാണ്. അപ്പം ഞങ്ങൾ റൂം എടുത്തു. റൂമിന് റെൻറ്റ് വരുന്നത് 1100 രൂപ കേട്ടോ. മലയാളി ചേട്ടന്മാർ തന്നെ റൂമാണ്. ഞങ്ങൾ അങ്ങനെ കണ്ടപ്പോൾ അവിടെ തന്നെ അങ്ങോട്ട് കയറി എടുത്തു. എന്താ അടിച്ച് മാവ് വിളിക്കണേ, ഇന്ന് ഉറങ്ങാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ നമ്മുടെ ഗുണ കേവിലൊക്കെ ഒന്ന് പോകണം അല്ലേ. സുഭാഷ് വീണ കേവിലൊക്കെ ഞങ്ങൾക്കൊന്ന് പോകണത്. എവിടെ കുഞ്ഞാറ്റ പോണ്ടേ? സുഭാഷ് വീണ സ്ഥലത്ത് പോകണമെന്ന് ടീമിന് സുഭാഷേ. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളോട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരുന്നതും വരെ ബൈ. അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ.